നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിലെ ടീം ഇന്ത്യ നാളെ അതിനിർണായകമായ സൂപ്പർ 8 രണ്ടാം മത്സരത്തിൽ സിംബാബ്വെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായി ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് സിതാൻഷു കോട്ടക്ക് പങ്കെടുക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ എന്തു മാറ്റങ്ങൾ എന്ന ചോദ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് സാഹിൽ മൽഹോത്ര ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. തിലക് വർമ്മ ലൈക്ലി ടു റീറ്റേൺ ഹിസ് പ്ലേസ്. തിലകിനെ മാറ്റാൻ സാധ്യതയില്ല. തിലക് നാളെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്സർ പട്ടേൽ പ്ലേയിങ് ലെവലിലേക്കും മടങ്ങി എത്തും. എന്നാൽ വാഷി ആൻഡ് സാംസൺ അവരിൽ ഒരാളെ കളിക്കുകയുള്ളൂ. അതാര് എന്നുള്ളതാണ് ഇനി ചിന്ത. അതിൽ ഒരാൾ റിങ്കു സിംഗിന് പകരം കളിക്കാനാണ് സാധ്യത. റിങ്കു കളിക്കാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് തിരികെ ഇന്ന് സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യുമെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാക്ടീസ് ഒന്നും നടത്താത്തത് കൊണ്ടൊക്കെ അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല. ലുക്ക് ലൈക്ക് സാംസൺ സ്ലൈറ്റ്ലി അഹെഡ്. സാംസൺ വാഷിയേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം കീപ്പിംഗ് ഡ്രിൽ അടക്കം കഴിഞ്ഞ രാത്രി ട്രെയിനിങ് സെഷനിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് സാഹിൽ മൽഹോത്രയുടെ റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടീം ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് വേണം കരുതാൻ. പിന്നെ സിതാൻഷു കോട്ടക്ക് പറഞ്ഞിരുന്നല്ലോ, ടോപ്പ് ഓർഡറിൽ 3 ലെഫ്റ്റ് ഹാൻഡർമാർ എതിരാളികൾ ഓഫ് സ്പിൻ എറിയുന്നു. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി പരിഗണിക്കണം. അതനുസരിച്ചാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇതിൽ സാഹിൽ മൽഹോത്രയുടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് അക്കമിട്ട് നിർത്തിയാൽ, 1, അക്സർ പട്ടേൽ കളിക്കും. അക്സർ പട്ടേൽ നാളത്തെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും. 2, തിലക് വർമ്മ അദ്ദേഹത്തിൻ്റെ സ്ഥാനം റീറ്റെയിൻ ചെയ്യുന്നു. അദ്ദേഹം കളിക്കും. തിലകിനെ മാറ്റാനുള്ള സാധ്യതയില്ല. റിങ്കു കളിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു പ്ലേസ് അവിടെ ഓപ്പൺ ആണ്. അത് ബിറ്റ്വീൻ വാഷിങ്ടൺ സുന്ദർ ഓർ സഞ്ജു. വാഷിയോ സഞ്ജുവോ ആയിരിക്കും ആ പൊസിഷനിൽ കളിക്കുക. സഞ്ജുവിന് ചെറിയ സാധ്യത കൂടുതലുണ്ട്. അദ്ദേഹം കീപ്പിംഗ് ഡ്രിൽ അടക്കം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും കാര്യങ്ങൾ വിട്ടുപറയാൻ സിതാൻഷു കോട്ടക്ക് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ടീം തീരുമാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നാളെയാണ് ഫൈനൽ കോൾ എടുക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും സഞ്ജു കളിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.